ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കൊത്തിവലിക്കുന്ന പാമ്പുകൾ തീർന്നില്ല. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഈ മഞ്ചങ്കോട് വരുന്നതായിരിക്കും ഒരുപാട് അമ്പലമുണ്ടല്ലോ. അമ്പലത്തിൽ അവിടെ ചെല്ലുമ്പോൾ രാവിലെ ഒരു ചേട്ടനും ചേച്ചി നല്ല കസവും മുണ്ടൊക്കെ എടുത്ത് പായ്ക്കകത്ത് മൈക്ക് താത്ത് വെച്ച് ഇങ്ങനെ വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? സത്കർമ്മോദയ സത്കർമ്മോദയ. എവിടെ കേൾക്കാനാ? വൈകിട്ട് നമ്മൾ ഗാനമേളയ്ക്ക് പോകും, നാട്ടുകാരോട്ട് അടി ഉണ്ടാക്കുക. സ്വോത്രം. പറ്റുമെങ്കിൽ ആരും കൂടെ പോലീസിൻ്റെ തലയ്ക്ക് കല്ലും കൂടെ എറിയാം. സ്വോത്രം. അല്ലാതെ പകരം ഇത് വായിക്കുന്ന കേൾക്കാൻ പോവത്തില്ല. ഒരു ചേട്ടനും ചേച്ചിയും വായിക്കുന്നത് മഹാഭാരതത്തിൻ്റെ സൂക്തങ്ങൾ സത്കർമ്മോദയ. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത്, ഇല്ല കീഴെ പോയാൽ പീഡനം അനുഭവിക്കുമെന്ന് ഹൈന്ദവരുടെ വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ സഭാപ്രസംഗിയല്ല തൻ്റെ ഭക്തന്മാരെഴുതി. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സ്വോത്രം. പാതാളത്തിൻ്റെ വാക്യം പറയുന്നില്ല. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ നരകത്തിനകത്ത് പ്രേതങ്ങളെ ഉപ്പിടുന്ന. സ്വോത്രം. കെടാത്തതയും ചാകാത്ത പുഴു. സ്തോത്രം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ തട്ടിൻ്റെ അടിയിൽ ദൈവം വെച്ച പ്രതലമായ ടെക്ടോണിക് പ്ലേറ്റ് ലിതോസ്ഫിയർ കടക്കാം ഭൂകമ്പങ്ങളിലേക്ക്. സൂര്യൻ്റെ ആകർഷണത്തിനകത്ത് നിൽക്കുന്ന ഗ്രഹമാ ഇന്ന് നാം പാർക്കുന്ന ഭൂമി. സൂര്യനകത്ത് കത്തുന്ന വാതകം ഹൈഡ്രജൻ. കത്തി വണ്ടിയുടെ പുകയുടെ മാറ്റം വന്നതുപോലെ ഇന്ന് ഹൈഡ്രജനകത്ത് വേറെ സാധനം കയറി ഹീലിയം. കറുത്ത പുള്ളികൾ, ബ്ലാക്ക് മോൾ സിറ്റുവേറ്റഡ് ഇൻ മിൽക്കി വേ ഗാലക്സി, അഥവാ കറുത്ത പുള്ളികൾ. ആ ഭാഗം വരുമ്പോൾ ഈ ഭൂമിക്ക് പിടികിട്ടാതെ വരും. അപ്പോൾ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസം ഭൂകമ്പം. യെശയ്യാ പ്രവചനം വീട്ടിൽ ചെന്ന് വായിക്കണം. 24:19-20. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും, വിറയ്ക്കും വീഴും, എഴുന്നേൽക്കയില്ല. അതിൻ്റെ അകൃത്യം അതിൻ്റെ ഭാരമായി. അതല്ലേ എന്ന് അപ്പൻ മക്കള്, ചേട്ടൻ അനിയന്, അത് കല്യാണം വേറെ, അവറാച്ചൻ തോമാച്ചൻ, ചിന്നമ്മ, പൊന്നമ്മ. സ്വോത്രം. എല്ലാം തീരാൻ പോവും. അതിൻ്റെ അകൃത്യം ഭാരമായിരിക്കുന്നു. സ്വോത്രം. നാടൻ ഭാഷയെ പറഞ്ഞാൽ കൊത്തി മുറത്തിക്കയറുന്ന കോഴിയെ ഇനി ചിന്നമ്മ വെച്ചോണ്ടിരിക്കത്തില്ല. വിരുന്നുകാരനൊന്നും വരണ്ട. രാവിലെ എഴുന്നേറ്റ് കൂട് തുറക്കുന്നതിന് വിട്ട് കത്തിയെടുത്ത് തലയ്ക്ക് ഒരു പിടി പിടിക്കും. അതുപോലെ ഈ ലോകം തീരാൻ പോവുക. സ്വോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കള് വചനം ഏറ്റെടുത്തോണം കേട്ടോ. അങ്ങനെയെങ്കിൽ ഭൂകമ്പം എല്ലാ കാലത്തും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നേപ്പാൾ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. 1970 മുതൽ 80 വരെ 10 ഭൂകമ്പം, 80 മുതൽ 90 വരെ 20 ഭൂകമ്പം, 90 ശേഷം വൻ ഭൂകമ്പം. എന്താ വൻ ഭൂകമ്പങ്ങൾ? 1993 30 കൊല്ലം മുമ്പ് സെപ്റ്റംബർ മാസം 30 ഇന്ത്യ കിടുകിട വിറപ്പിച്ചൊരു ഭൂകമ്പമുണ്ടായി. മഹാരാഷ്ട്രയിൽ ലത്തൂർ 6.5 ഡിഗ്രി സെൽഷ്യസിൽ ഭൂമി ഒന്ന് ചലിച്ചു. 44,000 പേർ മരിച്ചു. ആ തേരി, മംഗലാപുരം, കൊച്ചിക്കടൽ, അവിടുന്ന് മൂവാറ്റുപുഴ, തൊടുപുഴ, വള്ളക്കടവ്, ഉപ്പുതറ, കഞ്ചിയാർ, അന്ന് തൊട്ട മുല്ലപ്പെരിയാർ. ഇപ്പം ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ലിബിയയിലെ ഒരു ഭൂകമ്പം ഉണ്ടായി. 3 അണക്കെട്ട് പാടെ പോയി. സ്വോത്രം. കേരളത്തിലെ പേപ്പറുകാർ കഴിഞ്ഞില്ല. അമേരിക്കയിൽ ഒരു സർവേ വന്ന് അടുത്ത വീഴാൻ പോകുന്ന മുല്ലപ്പെരിയാർ വന്ന്. സ്വോത്രം. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ എന്താ? 125 വർഷമായി തമിഴ്നാടിനോട് ഈ തിരുവിതാംകൂർ രാജകുടുംബം കാണിച്ച ദയ. മുല്ലപ്പെരിയാർ പാട്ടം 999 വർഷം. ഒരു ഇംഗ്ലീഷുകാരൻ എഞ്ചിനീയർ ആയിരുന്നു ഈ മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയ ജോൺ സ്പിന്നർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 50 വർഷത്തിൽ കൂടുതൽ ഈ ഡാം കാണത്തില്ലെന്ന്. സ്വോത്രം. എന്താ? സുക്കയും കാര്യം. തമിഴ്നാട് കമ്പം തേനി സ്പിൽവേക്ക് വേണ്ടി വെള്ളമെടുക്കുവാൻ 142 അടി വെള്ളം കിടക്കുന്നത് ആ മുല്ലപ്പെരിയാർ. എത്ര കൊല്ലം ദൈവം കൊടുത്തു? 93 സെപ്റ്റംബർ മാസം 30 മുല്ലപ്പെരിയാർ ആദ്യ വിള്ളൽ. എൻ്റെ എല്ലാ ചരിത്രമുണ്ട്. അതിനുശേഷം എത്ര മുഖ്യമന്ത്രിമാർ മാറി വന്നു. ഇവിടെ മുല്ലപ്പെരിയാർ പണിഞ്ഞു. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 45 ലക്ഷം. പുറകെ ചെങ്കുളം, അടുത്തത് പന്നിയാർ, 3 ഇടുക്കി, 4 അണക്കെട്ട് പൂടിഞ്ഞു പോരും. സ്വോത്രം. 45 ലക്ഷം പേർ മരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. അത്രയും വലിയ സംഭവമാണ്. അപ്പോൾ ദൈവം എത്ര വർഷം കൊടുത്തു? കർത്താവിനെ കുറ്റം പറയുന്നത് 30 വർഷം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. 93 സെപ്റ്റംബറിലാണ് മുല്ലപ്പെരിയാറിൽ ആദ്യ വിള്ളൽ. തമിഴ്നാട്ടിന് സ്റ്റാലിൻ വരട്ടെ, വേറെ ഏത് മുതലമച്ചർ വരട്ടെ, തമിഴൻ ഒരിക്കലും മുല്ലപ്പെരിയാർ പണിയാൻ അനുമതി കൊടുക്കത്തില്ല. സ്വോത്രം. അപ്പോൾ ഇപ്പം തന്നെ കാത്തിരിക്കുക. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 5 ഡിസ്ട്രിക്റ്റ് അങ്ങ് പോകും. കോട്ടയം, ഇടുക്കി, എറണാകുളത്തിൻ്റെ ഒരു ഭാഗം, തൃശ്ശൂർ, ഇതെല്ലാം പോകും. അപ്പോൾ കേരളം 2. കുമരി മാവട്ടക്കാർ നമ്മളെ 2 പേരെ എടുക്കും. കൊല്ലം, തിരുവനന്തപുരം, കോയമ്പത്തൂരുകാർ പാലക്കാടും കോഴിക്കോടും എടുക്കും. സ്വോത്രം. അപ്പുറത്ത് ഗൂഡല്ലൂക്കാരൻ മലപ്പുറം എടുക്കും. കേരളം 2 ആയില്ലയോ? സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് ഇനി ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ദൈവ അവസരം കൊടുത്തു. 45 ലക്ഷം ജനങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മരിക്കും. ഈ ഡാമിൻ്റെ മാക്സിമം 50 ആയിരുന്നു. ഒരുപക്ഷെ പുതുക്കിയാൽ 75. ഇപ്പം 125 വർഷമായി ഈ ഡാം. ഏത് സമയത്തും ഈ കണക്ക് നോക്കുന്ന ആരാന്നറിയത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ
മുല്ലപ്പെരിയാർ പൊട്ടും. ഇന്ന് രാത്രി മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കൂ. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. അന്ത്യദിനങ്ങൾ ഭൂകമ്പങ്ങളിലേക്ക്. എന്താ മുല്ലപ്പെരിയാറിൻ്റെ പ്രത്യേകത? ഇടുക്കിയിൽ പോകണം, ഹൈ റേഞ്ചിനകത്ത് പോകണം. അവിടെ നല്ല തൊഴിലാളികൾ, അവരെയൊക്കെ പള്ളിയിൽ കൺവെൻഷൻ, ഇടുക്കി മേഖലയിലുള്ള CSIയോടുള്ള ബന്ധത്തിൽ അനവധി കൺവെൻഷനുകളിൽ, ഇവിടെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ എല്ലാ പള്ളികളിലും, ഇവിടെ വലിയ വഴിക്കപ്പുറത്തും മഞ്ചങ്കോടും മണ്ണങ്കോടും എത്രയോ പള്ളികൾ എല്ലാം ഞാൻ പ്രസംഗിച്ചത്. ഇടുക്കി മേഖലയിൽ എനിക്ക് പോകാൻ സമയമില്ല. ഇവര് ഈ സുവിശേഷകർക്കെതിരെ ഇച്ചിരി കർശന നടപടി കൊണ്ടുവന്നപ്പോൾ എന്നെ കോട്ടയം, മധ്യ കേരള, ഇടുക്കി കൊണ്ടുപോയി. അവരുടെ പള്ളികളിൽ ആദ്യം പ്രസംഗിച്ചു. ഇന്ന് ഇവിടുത്തെ യേശുദാസ് പാസ്റ്റർ നല്ല പന്തൽ കാര്യങ്ങൾ മൈക്കെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അവിടെ പാവപ്പെട്ട പള്ളികളാണ്, 200-300 വീട്ടുകാർ. അവരെ ഡിസ്ട്രിക്ട് കൺവെൻഷന് പോകണം. പള്ളിമുറ്റത്തൊരു ഗ്രൗണ്ടുണ്ട്, ഒരു കൊച്ചു സ്റ്റേജുണ്ട്. ടച്ചന്മാരും ഞാനും കാണും, പാട്ട് പാടുന്ന 2-4 പള്ളിയിലെ പിള്ളേരും കാണും. ബാക്കി വരുന്നവർക്ക് ഒരു കസേര, മുമ്പിൽ പായ്. പള്ളി കാശില്ല, എല്ലാം ലയത്തിലെ തൊഴിലാളികളാണ്. അവർ തോട്ടം തൊഴിലാളികൾ. വൈകിട്ട് ജീപ്പ് പിടിച്ച് കൺവെൻഷന് വരും. കൺവെൻഷൻ വരുമ്പോൾ ഇവിടെ വെള്ളം വെച്ചിരിക്കുന്ന പോലെ ഒരു ചായയും വടയും കൊടുക്കും. കൈക്കകത്ത് ഉടുപ്പ് അല്ലെ ഡ്രസ്സുണ്ട്. പള്ളിയുടെ പുറകെ മറപ്പരയുണ്ട്. അവിടെ പോയി ഡ്രസ്സ് മാറിയിട്ടാണ് ഇതുങ്ങളെല്ലാം വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ പള്ളിയുടെ മുമ്പിൽ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ മലയാളികളുടെ എന്തുവാ നടക്കുന്നതെന്ന് അവൻ നോക്കത്തില്ല. അവൻ മുട്ടുമടക്കി അപ്പനോട് പ്രാർത്ഥിക്കും. അപ്പാ അപ്പാ ഉങ്ങൾക്ക് ആരാധന, സ്വോത്രം. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഏഷ്യാനെറ്റോ മനോരമയോ അല്ല ഏത് TV ചാനലോ റിപ്പോർട്ടറോ 24 ഏതോ എഴുതട്ടെ, മുല്ലപ്പെരിയാർ ഈ തലമുറയിൽ പൊട്ടുമോ? ഇന്ന് രാത്രി സന്തോഷത്തോടെ ലൈവ് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ പറയുന്നു, മുല്ലപ്പെരിയാർ പൊട്ടും. അമേരിക്കയുടെ ടൈം ന്യൂസിൻ്റെ റിപ്പോർട്ട് കറക്റ്റാണ്. 45 ലക്ഷം പേര് മരിക്കാനുമിടയും. എന്നാൽ മുല്ലപ്പെരിയാറിനകത്ത്, ഇടുക്കിയുടെ മണ്ണിനകത്ത് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവന് പെരുവെള്ളത്തിനകത്ത് ഒഴുക്കുന്നവനാണോ സ്വർഗത്തിലെ ദൈവം? അല്ല. ഇസ്രയേൽ മക്കൾ മിസ്രയീമിന്റെ പാളയത്തിൽ നിന്നപ്പോൾ, പുറപ്പാട് പുസ്തകം 13:3, പുറപ്പാട് 13:5-33, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. മോശെ അവരോട് പറയുന്ന കാര്യമുണ്ട്, അടിമ വീടായ മിസ്രയീമിൽ നിന്ന് അവൻ്റെ ബലമുള്ള കരം നമ്മളെ പുറപ്പെടുവിച്ചെങ്കിൽ. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാമത് രാത്രി പറയണം, മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് അടിമ വീടായ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുക. മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടക്കുക. സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ സജുജാത്തിനൂടെ പറയാൻ പോകുന്നു, മുല്ലപ്പെരിയാർ ഇവിടെ പൊട്ടുന്നതിന് മുമ്പ് പുതിയ നിയമത്തിന്റെ വിമോചകനായ കാന്തന്റെ കാഹളം മധ്യാകാശത്തിൽ കേൾക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മിണ്ടുന്നില്ല. സ്വോത്രം. സോദോമിനകത്ത് ന്യായവിധി നടത്താൻ ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് പോയപ്പം സ്വർഗം ചോദിച്ചൊരു കാര്യമുണ്ട്, ഒരെണ്ണമെങ്കിലും ഉണ്ടോ? തീ ഞാൻ ഇറക്കത്തില്ല. സ്വോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വചനമാ വിശ്വാസം. ലോകത്തിൻ്റെ രാഷ്ട്രീയം അവിടെ കിടക്കട്ടെ. ആരാധിച്ച് പാട്ടുപാടി പള്ളിക്കകത്ത് കരയുന്ന ഒരു കുഞ്ഞുങ്ങളെങ്കിലും ഇടുക്കിക്കകത്തുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. നാളെയോ മറ്റന്നാളോ പൊട്ടിയേക്കാം. എന്നാൽ ഞങ്ങളുടെ ദൈവം ആര്? 45 ലക്ഷം ജനത്തെ കടലിനകത്ത് ഉപ്പുവെള്ളത്തിൽ മുക്കുന്നവനല്ല ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അവൻ കരുണയുടെ ദൈവം, അവൻ കൃപയുടെ ദൈവം, അവൻ ദയാലുവായ ദൈവം. ഇന്ന് രാത്രി തൻ്റെ മക്കളുടെ കണ്ണുനീരിന് വേണ്ടി ചാഞ്ഞിറങ്ങി വിടുവിക്കുന്ന ദൈവം സ്വർഗത്തിലെ ദൈവം. അങ്ങനെയെങ്കിൽ ഭൂകമ്പം ദാ കഴിഞ്ഞില്ല ഓരോ ദിവസവും. കഴിഞ്ഞ കോവിഡാനന്തര രോഗം, കഴിഞ്ഞ ദിവസം നേപ്പാൾ, അത് കഴിഞ്ഞ് അഫ്ഗാൻ, അത് കഴിഞ്ഞ് ഓരോ രാജ്യങ്ങളും വിളകിക്കൊണ്ടിരിക്കുക. ബൈബിളിനകത്തുണ്ടോ അന്ത്യദിനങ്ങൾ ഭൂകമ്പങ്ങൾ സംഭവിക്കും? ഇന്നത്തെ ചിന്തയുടെ 3-ാമത്തെ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 21:11. നമ്മുടെ കൺവെൻഷൻ നോട്ടീസ് അടിച്ച കഴിഞ്ഞ രാത്രി നേപ്പാൾ കുലുങ്ങി, ഭൂമിക്കടിയിൽ അനവധി പേർ. ബൈബിൾ ക്ലിയറായോ? കർത്താവിന്റെ വരവ്, യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. കുഞ്ഞു വായിച്ചാട്ടെ. ലൂക്കോസ് 21 അതിന്റെ വലിയ ഭൂകമ്പവും ക്ഷാമവും ഇത് മൂന്നും കണ്ട തലമുറയല്ലേ. സ്വോത്രം. ഭൂകമ്പം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ക്ഷാമത്തിന്റെ കാര്യം പറയണോ? മിണ്ടുന്നില്ലല്ലോ. സപ്ലൈകോ പോയിട്ട് വന്ന് സഹോദരിമാരെടുത്ത് ചോദിച്ചാൽ അത് ക്ഷാമം എന്തു വന്ന് സന്തോഷമില്ലല്ലോ. സ്വോത്രം. പോയ വഴി ശ്രീലങ്ക 484 പാലിൻ്റെ വില, അരിയുടെ വില 284. ക്ഷാമം വരാൻ പോവുക. എല്ലാം തീരാറായി. മഹാവ്യാധി. ഇതെല്ലാം കണ്ട തലമുറയിൽ ഈറ്റുന്നവൻ്റെ ആരംഭം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം, ചന്ദ്രൻ രക്തതുല്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റ് തീർക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ. 3 ഭാഗം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. സൂര്യൻ മനുഷ്യനെ കൊല്ലും, വാട്ടർ ഇൻഫെക്ഷൻ
ജനം കൂട്ടത്തോടെ മരിക്കും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വൻ ഭൂകമ്പം. പുറകെ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. അത് കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 6:14-15 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6:14-15 വാക്യങ്ങൾ വായിച്ചോട്ടെ. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഇന്നത്തെ ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോവും. ആകാശം മാറിപ്പോയി. അടുത്ത വാക്ക്, എല്ലാ മലയും ദ്വീപും എല്ലാ മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. എത്ര ക്ലിയർ! നല്ല ബൈബിളിനകത്തെ വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6, 12, 13, 14 വാക്യങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ കോവിഡിൻ്റെ മറവിൽ നിങ്ങൾ ഇരുന്നപ്പോൾ നമ്മുടെ പഴയ കാലത്ത് നല്ലൊരു പാട്ടുണ്ടായിരുന്നു. എന്താ നല്ല പാട്ട്? ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ പൊയ്യാൻ പോയി. എന്തൊരു നല്ല പാട്ടായിരുന്നു പണ്ട് നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ പാടുന്നത്. ഇപ്പം നമ്മുടെ പെന്തിക്കോസുകാരുടെ പാട്ടെന്തോ, ക്രിസ്തീയ പാട്ടെന്തോ, പാലാ പള്ളി തിരുപ്പള്ളി രാക്കുളിരേറും മിണ്ടുന്നില്ല. സ്വോത്രം. എല്ലാവരുടെയും പാട്ട് ഇതായി. സ്വോത്രം. മാനസാന്തരപ്പെട്ടു. അങ്ങനെയെങ്കിൽ സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത്. കോവിഡിൻ്റെ മറവിൽ ഏതൊക്കെ മല പോയി കേൾക്കണം? നിലമ്പൂർ, കവളപ്പാറ, പുത്തുമല, അതിനുശേഷം ഇടുക്കി പെട്ടിമുടി, അതിനുശേഷം മുണ്ടക്കയം കൂട്ടിക്കൽ, അതിനുശേഷം അടുത്ത മലയും പോയി തുർക്കിയിലെ കമർഘോഷ്. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോ. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമ നിവാസികൾക്ക് ദ്വീപ്. ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യക്ക് ഒരു സുന്ദരി ഉണ്ടായിരുന്നു. കാവ്യമാധവനല്ല, ആൻഡമാൻ നിക്കോബാർ. പോയവർക്കറിയാം. സ്വോത്ര സുനാമി അടിച്ചപ്പോൾ ദാ കിടക്കുന്നു, ദ്വീപ് 2 അടി താഴ്ന്നു. സ്തോത്രം. കടലാകത്തില്ലയോ? പണ്ട് ശംഖുമുഖത്ത് നിങ്ങൾ നടക്കാൻ പോയില്ലേ? 5 കൊല്ലത്തിന് മുമ്പ് നല്ല പാട്ട് ചെറുപ്പക്കാർ പാടി. കര കാണാ കടലിലെ മേലെ മോകപ്പവും കുരുവി പറന്നേ. സ്വോത്രം. ഇന്ന് ശംഖുമുഖത്തൂടെ നടക്കാൻ പറഞ്ഞ 500 രൂപ ഞാൻ തരാം. സ്വോത്രം. കടലായില്ലേ? സ്വോത്രം. ഒരൊറ്റ പാട്ടുമില്ല, കൂത്തുമില്ല. അറ്റ്ലാന്റിക്കിലെ മഞ്ഞുരുക്കിക്കൊണ്ടിരിക്കുക, കടലായിക്കൊണ്ടിരിക്കുക. സ്വോത്രം. 2030 അജീതിൻ്റെ ലൈവ് വന്നുകൊണ്ട് 2030 അമേരിക്ക കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കാണത്തില്ല, കടലാകും. സ്വോത്രം. അന്ത്യകാലമായില്ലയോ? കടലാകും. സ്വോത്രം. ഇതെല്ലാം സംഭവിക്കും. ശംഖുമുഖം കടപ്പുറം ഉണ്ടോ? അവിടെ എല്ലാം പോയില്ലയോ? എല്ലാം കൽക്കട്ട് വരെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. മത്സ്യം വയ്ക്കാൻ പോലും ആളില്ല. സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോവും കർത്താവിൻ്റെ വരവിൽ. ആൻഡമാൻ നിക്കോബാർ വരെ പോയി കഴിഞ്ഞു. അടുത്തത് ഇതാ എൻ്റെ പ്രസംഗം. അടുത്ത വാക്ക്, സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിന്ന്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഭൂമിയിലെ രാജാക്കന്മാരും ഇതെല്ലാം കാണുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവരെല്ലാം കസേര വിടാൻ പോവുക. അടുത്ത വായിച്ചാട്ട് മക്കളെ. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും മരണത്തിന് വേണ്ടി ഓടുന്ന കാലം ഗുഹകളിലും. അടുത്തത് മലപ്പാറകളിലും ചെന്ന് പാലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. പാറ വീഴുമോ? അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം എത്ര പേർക്ക് അറിയാം? ആരും കര ഉയരുന്നില്ല. ഇവിടെ നടന്ന സംഭവം അമ്പൂരി. സ്വോത്രം. ഒരു രാത്രി കുടുംബത്തിലെ എത്ര പേരാ ചായ വീണത്? സ്വോത്രം. അമ്പൂരിയിൽ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, പ്രകൃതി ദുരന്തം ഇവിടെ വന്നാൽ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഇവിടുത്തെ ജില്ലയുടെ നേതാക്കൾ, കൈവിടപ്പെട്ടു പോകുന്നവർ, അവർ ആത്മഹത്യ ചെയ്യത്തില്ല. ആത്മഹത്യ ചെയ്താൽ അവരുടെ ശരീരത്തിനെ മരണമുള്ള ആത്മാവ് യാതനാ സ്ഥലത്ത് പോവും. അതുകൊണ്ട് പാറകളോടും മലകളോടും ചെന്ന് അവർ കരഞ്ഞ് നിലവിളിക്കും, ഞങ്ങളുടെ മേൽ വീഴുവിൻ. വിശുദ്ധ വെളിപ്പാട്. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയരുന്നില്ലല്ലോ. അന്ന് മരിക്കാൻ കൊതിക്കും. സ്വോത്രം. ഇന്ന് ജീവിക്കാനല്ലേ കൊതിക്കുന്നത്? മരിക്കാൻ കൊതിക്കും. പ്രകൃതി ദുരന്തം വരുമ്പോൾ ധനവാൻ, ദരിദ്രൻ, സമ്പന്നൻ, ദാസൻ എല്ലാവരും എവിടെ ചെല്ലും? മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. അതിൻ്റെ ബാക്കി ഭാഗം കുഞ്ഞാടിൻ്റെ കോപം. വായിച്ചിട്ട് മോളെ. മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. അടുത്ത വാക്ക് കുഞ്ഞാടിൻ്റെ കോപം.
6:14-15 വായിച്ചോട്ടെ. മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ വായിച്ചോട്ടെ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വരുന്നു. കുഞ്ഞാടിന്റെ കോപ ദിവസം ഡേ ഓഫ് ലോർഡ് ഞങ്ങളെ വായിച്ചോ, ഞങ്ങളെ മറയ്ക്കുവിൻ. കിടക്കുന്ന കുഞ്ഞാടിന്റെ കോപ ദിവസം. അങ്ങനെ ഒരു പാട്ട് പണ്ടില്ലായിരുന്നോ? ചൂള പോലെ കത്തുന്ന പോയില്ലേ പാട്ട്? സ്തോത്രം. അമ്പര ചുംബികൾ കെട്ടിടമൊക്കെ വീഴുമെന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിരുന്ന സഖാവ് EMS, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം ഒരു പ്ലെയിൻ യാത്രയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു പാസ്റ്റർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയതാ. ഈ പാസ്റ്റർ EMSനോട് പറയാം, സാറേ ഈ ഭൂമിയെല്ലാം കത്തിത്തീരുമെന്ന്, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകുമെന്ന്. ഉടനെ EMS ഈ പാസ്റ്ററോട് ചോദിക്കുക, ഇത്രയും കാര്യം പാസ്റ്റർ അറിഞ്ഞിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന്. സ്വോത്രം. പുള്ളി ചോദിക്കുക, ഇത്രയും കാര്യം പാസ്റ്റർ അറിഞ്ഞിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന്. സഖാവ് EMS അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതും. പ്ലെയിൻ യാത്രയിൽ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്തിരുന്ന ഒരു ദൈവദാസൻ ബൈബിള് ഇങ്ങാരുമായിട്ട് സംസാരിച്ചു. അവരെല്ലാം ബൈബിള് വായിക്കുന്നത്. അപ്പോൾ ഈ ബൈബിള് സംസാരിച്ചപ്പോഴാണ് പാസ്റ്ററോട് ചോദിച്ചത് ഇത്രയും കാര്യം പറയാം. അതാ കുഞ്ഞുങ്ങൾ പാടുന്നത്, ചൂള പോലെ കത്തുന്ന നാൾ, 4ാമത്തെ സയൻസ്, ദ്വീപും മലയും സ്വസ്ഥാനത്ത് നിളകിപ്പോകും. ഇതെല്ലാം കോവിഡിന്റെ മറവിൽ കണ്ട്. 5, ഇവിടുത്തെ ഭരണാധികാരികൾ മരണത്തിന് വേണ്ടി ഓടുന്ന ഒരു കാലം വരാറായി. അങ്ങനെ അവരോടുമ്പോൾ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ പറയും, ഒരു രാജാവ് നീതിയോടെ വാഴും. കരമുയരുന്നില്ലല്ലോ. അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭുവായി, രാജാക്കന്മാരുടെ രാജാവായി, കർത്താവായി യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്ന് രാത്രി ഹല്ലേലൂയ. ചിലമ്പറേ, ഒരു രാത്രി കൂടി. ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ആര് പറയും, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. ഇന്ന് രാത്രി ചിലമ്പറയോട് ആദ്യ രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല, 1.5 ഇല്ല, 2 ഇല്ല, ഏകനാമം യേശുവിന്റെ നാമം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കയ്പ് കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യമായ അത്യവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പുസ്തകച്ചുരുൾ ചുരുട്ടുന്ന പോലെ ആകാശം മാറിപ്പോയി. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി. തീർന്നില്ല. ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പാറകളോടും മലകളോടും ചെന്ന് ഞങ്ങളുടെ മേൽ വീഴുവേ. അവർ മലച്ചെരുവിൽ നിന്ന് മരണത്തിനെ കാത്തിരിക്കുന്ന ഒരു കാലം. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാട്ടാതെ വണ്ണം ഞങ്ങളെ മറച്ചുകൊള്ളുവിൻ. ഇന്ന് രാത്രി ചിലമ്പറയെ, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികളെയും കോവിഡിന്റെ മറവിൽ ഇളക്കെങ്കിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരാറായി. കരമുയരുന്നില്ലല്ലോ. ആരാ സകല ജാതികളുടെയും മനോഹര വസ്തു? യേശു ക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, CSAയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല. ഈ രാത്രി ചിലമ്പറ വീട്ടിനകത്ത് റോഡിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടുവെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരാറായി. കാലം സമീപമായി. കാന്തൻ്റെ വരവ് ഈ തലമുറയിൽ നടക്കാൻ പോകുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ, ഈ തലമുറയിൽ കർത്താവ് വരുമോ? നാളെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ വാക്യം വായിച്ച് കേൾപ്പിക്കണം. എസെക്കിയേൽ പ്രവചനം 14, 21, 22 വാക്യങ്ങൾ. എസെക്കിയേലിന്റെ പ്രവചനം 14, 21, 22 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കും. എസെക്കിയേൽ 14, 22. ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു. വായിച്ചോട്ടെ മക്കളെ. അടുത്ത വാക്ക്, ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന്. 4 കാര്യം ഇവിടെ നടക്കാൻ പോകും. യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിന്. അവിടെ നിൽക്കട്ടെ. വാൾ ഇവിടെ വന്നില്ലേ? സ്തോത്രം. 1ാമത്തെ വാള നമ്മുടെ എലത്തൂർ ട്രെയിൻ സ്ഫോടനം. ഡൽഹി കിടക്കുന്ന ഒരു പയ്യൻ നിലമ്പൂര് വന്നു, ഷൊർണൂർ ഇറങ്ങി, ചായയും കുടിച്ച് അവസാനം മട്ടന്നൂരിന് ഇപ്പുറത്ത് ഏലത്തൂർ വെച്ച് 2 കമ്പാർട്ട്മെൻറ്റ് തീയും അടിച്ച് 3 ചാവുകയും ചെയ്തു. സ്തോത്രം. കേരളത്തിലെ പോലീസ് കേട്ടാലും കുഴപ്പമില്ല, ഉറങ്ങിയിരിക്കുക. സ്തോത്രം. മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞ് ഡൽഹി കിടക്കുന്ന ഒരുത്തന്നെ ഇവിടെ കൊണ്ടുവന്ന്. ആര്? ഈ മട്ടന്നൂരും ഏലത്തൂരും ഒക്കെ നിങ്ങൾ അറിയണം. ഞാൻ അവിടെ പ്രസംഗിക്കുന്നത്
അതിൻ്റെ തൊട്ടപ്പുറത്ത് ഡംപ് യാർഡ്. ആ ഡംപ് യാർഡ് എന്ന് പറഞ്ഞാൽ ഭാരത് പെട്രോളിയത്തിൻ്റെ കണ്ടെയ്നറാണ്. 2 ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പൊട്ടിത്തെറിച്ചാൽ കണ്ണൂർ തീകോളം. ഡൽഹി കിടക്കുന്നതിന് ഇവിടെ ഒരു മണ്ണാങ്കട്ട എറിയത്തില്ല. ആരവനിവിടെ കൊണ്ടുവന്നു? വാൾ. യഹോവ സാക്ഷികളുടെ സമ്മേളനം ആലുവായി 3 പാക്കറ്റിനകത്ത് പാവപ്പെട്ട ഒരു മാർട്ടിൻ മാത്രം. അന്വേഷണ ഉദ്യോഗർക്ക് പ്രത്യേകം ചായ മേടിച്ചു കൊടുക്കണം. സ്വോത്രം. ഒരാളെ കൊല്ലാൻ ഒരുത്തനെ കൊണ്ട് കഴിയത്തില്ല. ആ സമയത്ത് ഇവരെന്തോ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. സത്യം പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ ADGPമാർ വരുന്നുണ്ട്. ഈ സ്റ്റാൻലിക്ക് അറിയാം. സ്വോത്രം. ഞാനിപ്പോൾ അവരോടൊന്നും സംസാരിക്കാറില്ല. ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഞാഞ്ഞൂലിനെ കൊണ്ട് യോഗ സ്ഥലത്ത് കൊണ്ടുവച്ച് ഡിറ്റണേറ്ററും വെച്ച് വയറും കൊടുത്ത് പൊട്ടിക്കാൻ പറ്റുമോ? എത് താൻ പോലീസെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. ഇവിടെ നമ്മൾ കീബോർഡ് വെച്ച് പാടണമെന്നുണ്ടെങ്കിൽ എത്ര സെറ്റ് ചെയ്യണം? സ്വോത്രം. ഒരു പ്രസംഗം ഉണ്ടാക്കി ഇത്രയും നോട്ട് ഉണ്ടാക്കണേ എത്ര ബുദ്ധിമുട്ടാണ്? സ്വോത്രം. അന്നേരം ഒരു മാർട്ടിൻ വിചാരിച്ചിട്ട് ആ യഹോവ സാക്ഷികളുടെ യോഗത്തിൽ കയറി ഒരു 3 എണ്ണം. ആ പിഞ്ചു കുഞ്ഞിൻ്റെ കൂട്ടുകാരികളുടെ കരച്ചിൽ ഇന്നലെ കണ്ടിട്ട് ചായ പോലും കുടിക്കാൻ തോന്നില്ല. ബാക്കി 3 എണ്ണം രാജഗിരി വെന്റിലേറ്റർ കിടക്കുന്നു. കേരള എവിടെ? സ്വോത്രം. അജിയുടെ ലൈനിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പ്രസംഗിച്ചു. ഇനി ണിക്കുന്നു സർക്കാർ ജീവനക്കാരെ, ഞങ്ങളുടെ നേതാക്കളെല്ലാം ആളോർ വിൽക്കം. 2024 നിങ്ങൾ കാണാൻ പോകുന്ന കേരളത്തിൽ വൻ സ്ഫോടനമാണ്. സ്വോത്രം. ഇപ്പോൾ അവർ സാമ്പിൾ ആ ടെസ്റ്റ് ഡോസാണ് സ്റ്റാൻലി ഇത് ചെയ്തത്. രംഗപടത്തിന് പിന്നിൽ നിന്നുകൊണ്ട് ടെസ്റ്റ് ഡോസാണ് ചെയ്തത്. വലിയത് പുറകെ വരാനിരിക്കുക. സ്വോത്രം. എങ്ങാണ്ട് കിടന്ന ഒരു 56-60 വയസ്സുള്ള ഞാഞ്ഞൂലും മാർട്ടിൻ അവിടെ പോയി വീഡിയോ എടുത്ത് 4 ചോറ്റുപാത്രത്തിനകത്ത് വയറ് കൊടുത്തു. എന്നിട്ട് സ്കൂട്ടറെ പോയി എവിടുന്ന് കേൾക്കുന്ന മായാവി കുട്ടിസൺ. സ്വോത്രം. സത്യം പറഞ്ഞ രാഷ്ട്രീയക്കാരും പോലീസുകാരും കേട്ടാലും കുഴപ്പമില്ല. സ്വോത്രം. അവനൊന്നുമല്ല. ഇതിൻ്റെ പിൻപിൽ വലിയ തലച്ചോറുകളുണ്ട്. സ്വോത്രം. മനസ്സിലാക്കിയാൽ നല്ലത്. നമുക്ക് വോട്ടും ഭരണവും അത് ഏത് രാഷ്ട്രീയക്കാർക്കായാലും. സ്വോത്രം. പണ്ട് കേരളം ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ സംസ്ഥാനമായിരുന്നു. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകിട്ട് എന്ന് കുരിശ് വരച്ച ഭാഗ്യ അമ്മാമ്മ. സ്വോത്രം. കണ്ടില്ലേ യഹോവ സാക്ഷിയുടെ സമ്മേളനത്തിൽ പാവപ്പെട്ട അമ്മച്ചി ഇറങ്ങി വന്ന്. അവരാരും ആയിക്കോട്ടെ, ഏത് മതമായിട്ട്, മനുഷ്യന് യാതൊരു വിലയുമില്ലാതെ ആറ്റമായുധം പൊട്ടുന്നു കൊച്ചു കേരളത്തിൽ. കണ്ടില്ലേ വാൾ ദാ കിടക്കുന്ന. അതിനാ ആറ്റമിക്കർത്ഥ വാൾ. അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ടെ മോളെ. ക്ഷാമം. അതെല്ലായിടത്തും വന്നില്ലേ? സകലയിടത്തും വിലക്കയറ്റവും ക്ഷാമം. ഓടി വന്ന ക്ഷാമം. അടുത്ത് കഴിഞ്ഞ് ദുഷ്ടമൃഗം നമ്മളെ ഇപ്പൊ തേടി വരുമല്ലോ. 5 പേരല്ലേ എന്ന് കേരളത്തെ താരങ്ങൾ. ഇടുക്കി ചെന്ന 4 എണ്ണം. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മാങ്ങാക്കൊമ്പൻ, പടയപ്പ. സ്വോത്രം. പാലക്കാട്ട് എന്ന അടുത്തവൻ നിൽക്കുക. PT7. സന്തോഷമില്ലല്ലോ. നെയ്യാറിന്ന് ഒരു കരടിക്കുട്ടൻ 20 കിലോമീറ്റർ പുനലാലിലെ സോമൻ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് കോഴിയെ പിടിക്കുക. ആട്ടോയിലും കയറിയില്ല, ഡാമിലെ വണ്ടിയിലും കയറിയില്ല. സ്വോത്രം. 20 രൂപയായിട്ട് അവൻ യാത്രയായി. സ്വോത്രം. കാഴ്ച ബംഗ്ലാവിൽ കാണാൻ പോയ കുരങ്ങ് തിരുവനന്തപുരം മ്യൂസിയം സിറ്റിയും പറപ്പിച്ചു. മ്യൂസിയത്തിലെ പോലീസുകാർ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഞാൻ ഒരിക്കൽ രാത്രി, ആളുടെ പേര് പറയത്തില്ല, അവൻ എന്നോട് പറഞ്ഞ് ഞാനിവിടെ മ്യൂസിയത്തിൻ്റെ അവിടുന്ന് കാഴ്ച ബംഗ്ലാവിൻ്റെ അവിടേക്ക്. ഞാൻ ചോദിച്ചു എന്തുവാ നിനക്ക് ഡ്യൂട്ടി? അപ്പോൾ പറയും കുരങ്ങ പറഞ്ഞാൽ ചാടി പോയിട്ടുണ്ട്, വെളുപ്പിന് കയറി കുരങ്ങനെ നോക്കണം. സ്വോത്രം. പ്രസംഗം കേൾക്കുന്നവൻ അപ്പം ASI ഇത്ര ഞാൻ പറയത്തുള്ളൂ. മ്യൂസിയത്തിൽ ഇപ്പോഴും ഉണ്ട്. സ്വോത്രം. എൻ്റെ സുഹൃത്ത് ജോലി കുരങ്ങനെ നോക്കുന്നത്. കാഴ്ച ബംഗ്ലാവിൽ ഒരു കുരങ്ങൻ ചാടിയെന്ന്. സ്വോത്രം. തീർന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും വിചാരിച്ച് നെയ്യാറിലെ പുലി ഇറങ്ങുമെന്ന്. ബാംഗ്ലൂരിൽ ക്രിക്കറ്റ് കളിയുടെ സ്ഥാനത്ത് പുലി എന്ന് നല്ലതുപോലെ ബൊമ്മനകള്ളി, ദഗനകള്ളി എല്ലായിടത്തും കൂടെ പുലി ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ബാംഗ്ലൂർ അന്ത്യകാലമായില്ലേ? എല്ലാം ഇറങ്ങും. അട്ടപ്പാടി ഒരു ചേട്ടന് ചേച്ചിയുടെ കാറിനകത്ത് പോയപ്പം കാട്ടാനെ എടുത്ത് ദൂരെ കളഞ്ഞു. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ബത്തേരി പോയാൽ ഇവിടെ ഓരോ സ്ഥലത്തും കാട്ടുമൃഗങ്ങൾ. അന്ത്യകാലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിളിമാനൂരിനപ്പുറത്ത് കരിപ്പൂരിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ അടുത്ത വാർത്ത പിന്നെ തേനീച്ചയും കടന്തലും ഒരാൾ വീണ്ടും തട്ടി കിളിമാനൂരിനപ്പുറത്ത്. അന്ത്യകാലം. വെള്ളറടയിലെ ചെറുപ്പക്കാരൻ രാവിലെ പനച്ചുമൂടി പെട്രോൾ പമ്പിൽ പോയപ്പോൾ ഞാൻ ഇവിടെ എല്ലാം പ്രസംഗിച്ചതാണ്. കടന്തല കൂട്ടത്തോടെ കൊന്നു. ഇടുക്കിയിലാണെങ്കിൽ കൊന്നത്തടി CSIയിൽ ഞാൻ സ്ഥിരം പ്രസംഗിച്ചത് അടുത്ത വർഷം ഏപ്രിൽ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ എന്നെ ജോർജ് അച്ഛൻ വളരെ സ്നേഹിതമുള്ള അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗം വെച്ചിട്ട് കടുത്ത് പോയി പാസ്റ്റർ. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പുലിയും കടുവായി ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇടുക്കിയിൽ നിന്ന് ഇറങ്ങിയ പുലി നമ്മുടെ പള്ളിയുടെ മതിലെ വന്നിട്ട് ആധാറിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്ന പോലെ അതാ അടിച്ചു വെച്ചിരിക്കുന്നത് ഞാനിവിടെ ഉണ്ടെന്ന്. സ്വോത്രം. സൂക്ഷിച്ചോളാം. കണ്ടല്ലോ എത്ര ക്ലിയറായി. അന്ത്യകാലത്ത് കാട്ടുമൃഗങ്ങൾ. സ്വോത്രം. ബോംബെയിലായിട്ട് കടുവ ഇറങ്ങി നടക്കുന്നു. കഴിഞ്ഞ ദിവസം കണ്ടേരി ബത്തേരി രാവിലെ ഒരു അച്ചായനെ ശരിയാക്കി കളഞ്ഞില്ലേ കടുവ. സ്വോത്രം. എരുമേലി രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന അച്ചായനെ കാട്ടുപോത്ത്. ഇടമുളയ്ക്കൽ അഞ്ചൽ രാവിലെ റബ്ബറും പാല് കവര ഇങ്ങനെ ചട്ടിയിൽ ഒഴിച്ചുകൊണ്ടിരുന്ന അച്ചായനെ വന്ന് കാട്ടുപോത്ത് മരത്തിനോട് ചേർന്ന് കുത്തിക്കളഞ്ഞ. അന്ത്യകാലം. ഇത് ദുഷ്കാലമാകയാൽ. ക്ലിയർ ആയില്ലയോ? ബൈബിൾ എഴുതിയ കാര്യം കണ്ടിട്ടുണ്ടോ? ഇതാ കിടക്കുന്നു.
അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം കൂടെ പോയി വായിച്ചാട്ടെ. മഹാമാരി മഹാമാരി ഇഷ്ടം പോലെ വരാൻ പോവാ. നിപ്പേ വന്നിട്ടുള്ളു. ദാണ്ട മഹാമാരി വന്ന് കണ്ടില്ലയോ? കണ്ണൂരിലെ ഒരു കോടതി പേപ്പർ വായിക്കണം. നിങ്ങൾ സ്വപ്നയുടെ സ്വർണ്ണം നോക്കിക്കൊണ്ടിരിക്കുക. 1 ഗ്രാം കിട്ടിയ വല്ലവർക്കും കഷ്ടം. സ്വപ്ന ദിവസം സുന്ദരമായിട്ട് ബാംഗ്ലൂരിൽ ഇരുന്ന് ചിക്കൻ തിന്നുന്നു. പിണറായി കേരളീയത്തെ കൈ ഉയർത്തുന്നു. കണ്ടുകൊണ്ടിരുന്ന നമ്മൾ സ്വാഹ പെരുവഴിയായി പോയി. സ്വോത്രം. ആര് കേട്ടാലും കുഴപ്പമില്ല, രാഷ്ട്രീയക്കാർ കേട്ടാലും കുഴപ്പമില്ല. വല്ലതും നടന്നു. എല്ലാ ദിവസവും പണ്ട് കൺവെൻഷൻ ആളില്ല, എപ്പോഴും പറയും സ്വർണം കേട്ടുകൊണ്ടിരിക്കാതിരിക്കുക. അവരുടെ പണിക്ക് കണ്ടുകൊണ്ടിരുന്ന നാം പെരുവഴിയായി. സ്വോത്രം. ഇതൊന്നുമല്ല, കേട്ടോണം. ഇന്ന് രാത്രി കേൾക്കണേ. ഏറ്റവും നിർണായകമായി എന്താ സംഭവം എന്നറിയാമോ? പിന്നെ കാട്ടുമൃഗങ്ങൾ ഈ ഭൂമിയിൽ ഇറങ്ങും. ഏറ്റവും നിർണായകമായിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വാർത്ത വായിച്ചതറിയാമോ? വയനാട്ടിൽ എന്താ ഒരു കർഷകനെ കാട്ടുമൃഗം ഇറങ്ങി, കടുവ ഇറങ്ങി തീർത്ത് കളഞ്ഞു. വയനാട്ടിൽ അന്ത്യകാലമായില്ലേ? വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി. കണ്ണൂർ ഒരു കോടതി കഴിഞ്ഞ ദിവസം ഇന്നത്തെ പേപ്പറിലുണ്ട്. ഒരു കോടതിയിൽ ഒരു വൈറസ് കയറി, സിക്ക വൈറസ്. വായിച്ചവർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ഇന്നത്തെ പത്രങ്ങളിലുണ്ട് സിക്ക വൈറസ്. വീട്ടിൽ ചെന്ന് വായിക്കണം. ജഡ്ജി കോടതിയിൽ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ 80 എണ്ണം അഡ്മിറ്റായി. എവിടെ നിന്ന് ഇറങ്ങിയെന്നറിയത്തില്ല. ഒരു കോടതി കണ്ണൂരിൽ സിക്ക വൈറസ്. അന്ത്യകാലമായില്ലോ? ഉത്ഭവം അറിയത്തില്ല. മഹാമാരി. ഇതൊക്കെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യാശ. അതിനുവേണ്ടി കൺവെൻഷൻ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ? അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ? എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള ഇതിന്റെ നടുവിൽ നിന്നൊരു കൂട്ടം എടുക്കപ്പെടാറായി. അതിനായി കൺവെൻഷൻ. വായിച്ചാട്ടെ. പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷി. കരമുയർത്തിയാട്ടെ. ആരാവർ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഇതിന്റെ നടുവിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ സ്വീകരിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ പുറപ്പെട്ടു പോകണമെങ്കിൽ ഇവിടുന്ന് ചെന്നൈക്ക് പോകണേ ട്രെയിൻ ടിക്കറ്റ് വേണം, മലബാറിന് പോകണേ ബസ്സിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ദുബായിക്ക് പോകണമെങ്കിൽ എയർലൈൻ്റെ ടിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കണമെങ്കിൽ, ഇന്ന് രാത്രി അക്കരെ നാട്ടിൽ പോകണമെങ്കിൽ ഒരു ടിക്കറ്റ് ആവശ്യമാ. ആ ടിക്കറ്റിൻ്റെ പേര് രക്ഷയുടെ ടിക്കറ്റ്. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ബുദ്ധിമാന്റെ യാത്ര. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിൻ്റെ പേര് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. 10 രൂപ കൊടുത്താൽ മതി. തമിഴിൻ്റെ കടയിൽ കയറി ചായ കുടിക്കാം. എന്നാൽ മറ്റൊരു ടിക്കറ്റ് കിട്ടും. കന്യാകുമാരിയിൽ നിന്ന് മുംബൈക്ക് പോകുന്ന ജയന്തി ജനത 9:30 190 രൂപ കൊടുത്താൽ തൃശ്ശൂരിലേക്ക് പോകാം. സ്ലീപ്പർ SL സീറ്റ് നമ്പർ 3. ടിക്കറ്റ് എടുത്തവൻ ഉറപ്പുണ്ട് എൻ്റെ ട്രെയിൻ വരാറായി. അവിടെ നിന്ന് അനൗൺസ്മെന്റ് കേൾക്ക്. यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई जाने वाला जयंती जनता 9:30 बजे प्लेटफॉर्म नंबर 1 में पहुंचे. കയ്യിൽ ടിക്കറ്റ് ഉള്ളവൻ ഉറപ്പായി അവൻ കാത്തു നിൽക്കും. എൻ്റെ കമ്പാർട്ട്മെന്റ് വരാറായി. ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കേട്ടിട്ട് ഇന്ന് വരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറാതെ യോഗ സ്ഥലത്ത് കരമുയർത്തിയ അക്കര നാട് കാണത്തില്ല. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുടങ്ങാൻ കാലമായി. ഇന്ന് രാത്രി പലരും പറയും എത്രയോ നാൾ കൊണ്ട് പ്രസംഗം കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ പ്രസംഗിച്ചപ്പോൾ ആരോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സഹോദരൻ പാസ്റ്റർ വെളിപ്പാട് അനവധി പേർ പ്രസംഗിച്ചു. K. എബ്രഹാം സാർ പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചൻ TG ഉമ്മച്ചൻ ഉപദേശി പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ജോർജ് ശാസ്ത്രി പ്രസംഗിച്ചു. മർത്തോമായിലെ വലിയ കുഞ്ഞപ്പി ചെറിയ കുഞ്ഞപ്പി പ്രസംഗിച്ചു. പോൾ ഗോപാലകൃഷ്ണൻ സാർ പ്രസംഗിച്ചു. TJ ശാമുൽ സാർ തിരുവനന്തപുരത്ത് പലയിടത്തും പ്രസംഗിച്ചു. എന്നിട്ടും കർത്താവ് വന്നില്ല. അവസാനമായിട്ട് നിങ്ങൾ നെഞ്ചു കയറുക. ഞാൻ പറഞ്ഞു കാത്തിരിക്കാൻ പറഞ്ഞു. പലരും പറയും വരത്തില്ല. ഒരു മലയാളം നമ്മുടെ നെയ്യാർ ഡാമിൽ പന്തയോട് ചേർന്ന് നല്ലൊരു പുഴ, പന്തയ്ക്ക് അവിടെ ആടുവല്ലിയുടെ അടുത്ത് നല്ലൊരു മരമുണ്ട്. മരത്തിൻ്റെ പ്രത്യേകത എന്താ? മരത്തിനകത്ത് 2 കൂട്ടം ആൾക്കാരുണ്ട്. ഒന്നേ അതിനകത്ത് ആദ്യത്തെ ചില്ലകളിലിരിക്കുന്ന കുരങ്ങന്മാർ, മുകളിനകത്ത് കുരുവി ഇരിപ്പുണ്ട്. മരം ഇങ്ങനെ നെയ്യാറിൽ ഇങ്ങനെ നിൽക്കുക ആടുവല്ലി പന്ത ഭാഗത്ത്. അങ്ങനെ എന്നപ്പോഴേ ഈ നെയ്യാറിലെ ഷട്ടർ തുറന്നു വിട്ടു. 1, 2, 3 പ്രാവശ്യം തുറന്നു വിട്ടപ്പോൾ വെള്ളം ശക്തമായി അടിച്ചപ്പോൾ മരത്തിൻ്റെ വേര് കുലുങ്ങുവാൻ തുടങ്ങി. കുരുവിക്ക് കാര്യം പിടികിട്ടി. ഈ മരം വീണു പോകും. കുരങ്ങനോട് കുരുവി പറഞ്ഞ കാര്യമുണ്ട്. ചേട്ടാ 4 പ്രാവശ്യം നെയ്യാറിൽ വെള്ളം പൊങ്ങി ഷട്ടർ തുറന്നു വിട്ടപ്പോൾ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ ചെറിയ വെണ്ട് കയറാൻ തുടങ്ങി. 1-2 പ്രാവശ്യവും കൂടെ ഇങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ മിക്കവാറും മരം വീഴും. ചേട്ടൻ വേറെ സ്ഥലം അന്വേഷിച്ചോണം. അപ്പോൾ കുരുവിയോട് ചോദിച്ചു, മരം വീണാൽ നീ എവിടെ പോകും? കുരുവി പറഞ്ഞു, എനിക്ക് 2
ചിറകൊണ്ട് ഞാൻ പറന്നു പോകും. സ്വോത്രം. മുന്നറിയിപ്പുകളെ അവഗണിച്ചു. 2 പ്രാവശ്യം കൂടെ ഷട്ടർ തുറന്നു വിട്ടു. ഒരു ദിവസം രാത്രി 12 മണിക്ക് തുറന്നു വിട്ടപ്പോൾ മരത്തിനകത്ത് കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് കൊരങ്ങന്മാർ പുകച്ചുകൊണ്ടിരുന്നപ്പോൾ ഷട്ടർ തുറന്നു. ഷട്ടർ തുറന്നപ്പോൾ വെള്ളം പാഞ്ഞെത്തി. മരത്തിൻ്റെ വേരുകളോടുകൂടി മരം അങ്ങ് മറിഞ്ഞു. കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് കൊരങ്ങന്മാരുടെ കൂട്ടം അതിനകത്ത് വീണപ്പോൾ അതിൻ്റെ നടുവിൽ ചിറകുള്ള കുരുവി പറന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ പോയെങ്കിൽ ഇന്ന് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവൻ പറന്നു പോകാൻ കാലമായി. സത്യവചനം കേട്ടോ, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. പലരും പറയും എന്ത് നടക്കും, എന്ത് നടക്കും. ഇന്ന് രാത്രി വചനം കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ, നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ. ഇന്ന് രാത്രി അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു എന്നറിയാമോ? സ്വോത്രം. അവൻ്റെ പേരായിരുന്നു ജോർജ് വിൽസൺ. അവൻ 2 പേരെ കൊന്നത്. അമേരിക്കൻ കോടതി കൊടുത്തത് എന്താണെന്നറിയാമോ? ശിക്ഷാവിധി, തൂക്കിക്കൊല്ലുവാനുള്ള ശിക്ഷാവിധി. തൂക്കിക്കൊല്ലുവാനുള്ള ശിക്ഷാവിധി കൊടുത്തപ്പോൾ അപ്പനും അമ്മയും പെഡൽ കോർട്ട് റിവ്യൂവിന് പോയി. ജഡ്ജി പറഞ്ഞു നെവർ. അവൻ 30 വയസ്സ്, അവൻ്റെ രക്തത്തിളപ്പല അഹങ്കാരം കൊണ്ട് അവൻ മരിച്ചേ മതിയാവും. ആരോ പറഞ്ഞു, അപ്പനും അമ്മയോടും പറഞ്ഞു, അമേരിക്കയിലെ പ്രസിഡന്റ് നല്ല മനുഷ്യൻ ആൻഡ്രൂ ജാക്സൺ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു കത്ത് കൊടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടും. അപ്പനും അമ്മയും ചെന്ന് പ്രസിഡന്റിനോട് കാര്യം പറഞ്ഞു. ഒരു മകനെ ഉള്ളു, 2 എണ്ണത്തിനെ കൊന്നു. പ്രസിഡന്റ് പറഞ്ഞു അവൻ തൂങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3 പേപ്പർ. 1 ഞാൻ ഒപ്പിട്ട് തരും, 2 ജയിലർ ഒപ്പിടണം, 3 പയ്യൻ ഒപ്പിടണം, ഇനി കുറ്റം ചെയ്യരുത്. 2 പേപ്പർ ഒപ്പിട്ട് വരുമ്പോൾ 3ാമത്തെ പേപ്പർ ഞാൻ ഇവിടുന്ന് തരുമ്പോൾ നിങ്ങളുടെ മകനെ ജയിലിനകത്തുനിന്ന് കൊണ്ടുപോകാം. അപ്പനും അമ്മയും ഈ പേപ്പർ മേടിച്ചു, ഓടി ജയിലിനകത്തേക്ക് എത്തി. ജയിലിനകത്തെത്തിയിട്ട് അപ്പനും അമ്മയും ആരെ വിളിച്ചു? ജയിലറോട് പറഞ്ഞു, സാറേ അമേരിക്കൻ പ്രസിഡന്റ് പേപ്പർ കിട്ടി. ഉടനെ ജയിലർ പറഞ്ഞു, നല്ല കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. കുഞ്ഞുങ്ങൾ, ജയിലർ ആ പേപ്പർ മേടിച്ചിട്ട് പറഞ്ഞു, മകൻ സെല്ലിനകത്തുണ്ട്, അവൻ്റെ അടുത്ത് പോയി ഈ പേപ്പർ ഒന്ന് ഒപ്പിടിക്കണം. അവർ സെല്ലിനകത്ത് ചെന്നപ്പോൾ ജോർജ് വിൽസൺ സെല്ലിൻ്റെ ഒരു സൈഡിൽ കമ്പിച്ചാരി കൊണ്ട് നിൽക്കുക. ആ ചെറുപ്പക്കാരനോട് അപ്പനും അമ്മയും വിളിച്ചു, മോനെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു, ഈ പേപ്പറിനകത്ത് ഒന്നൊപ്പിട്ട് തന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ നിനക്ക് പുറത്തു വരാം. തലതിരിഞ്ഞ് മൂർത്തിഭാവത്തോട് കടന്നു വന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ സ്വന്തം അപ്പനും അമ്മയും വൈറ്റ് ഹൗസിൽ നിന്ന് പേപ്പർ കൊടുത്തു. പയ്യൻ ഇത് വായിച്ചു നോക്കിയിട്ട് പച്ചയ്ക്ക് വലിച്ചു കയറി കളഞ്ഞു. അപ്പനും അമ്മയും നിലവിളിച്ചു. അവസാനം ജയിലർ ഓടി വന്നു, അയ്യോ അമേരിക്കൻ പ്രസിഡന്റ് പേപ്പർ വലിച്ചു കയറിയെങ്കിൽ അവൻ്റെ ലാസ്റ്റ് ചാൻസും നഷ്ടപ്പെടുത്തി കഴിഞ്ഞു, ഇവൻ മരണയോഗ്യ. എന്നിട്ട് എന്താ ചെയ്തത്? ഇവർ 2ാമത് കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളവനെ തൂക്കാൻ വിധിച്ച് നിങ്ങളുടെ കണ്ണുനീര് കൊണ്ടിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് കത്ത് തന്നിട്ട് ഇനിയും അവൻ അത് അലക്ഷ്യമാക്കി കഴിഞ്ഞെങ്കിൽ അവൻ മരണത്തിന് യോഗ്യൻ. ഇന്ന് രാത്രി അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. ഇന്ന് രാത്രി നീ കിടന്നുറങ്ങിയാൽ നിന്റെ നിത്യത എവിടെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം